അങ്ങനെ ആ വിഷയങ്ങളിൽ പെട്ടതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ വിമർശിക്കുന്ന വിഷയത്തിൽ പെട്ടതാണ് മൗലിദാഘോഷം എന്നത്. ഈ മൗലിദിന്റെ വിഷയത്തിലും ഇവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു മൗലവി പറയുന്നത് നോക്കൂ, ഒന്നുകിൽ കറാഹത്ത് അതല്ലെങ്കിൽ ഹറാമ്. ഇങ്ങനത്തെ ഒരു മൗലിദാഘോഷമില്ല. മതത്തില് അനാചാരമുണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകീകൃതമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം, ഇതിൽ രണ്ടിലൊന്നാകാനുള്ളത്. കാരണം എന്താണ്? ഒന്നുകിൽ മക്രൂഹ്, കറാഹത്തായ കുറെ സംഗതികളുണ്ട്. കറാഹത്താണ് എടുത്താൽ കൂലില്ലാത്ത, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. അതിനെ കറാഹത്ത് എന്ന് പറയുന്നത്. ഹറാമ് പറഞ്ഞാലോ ഇപ്പൊ നോണറിയാം, എ പി അബ്ദുൽ ഖാദർ മലി കോടതിയിൽ ഫൈൻ കിട്ടിയായിരുന്നില്ലേ? അതുപോലെ തന്നെ പറഞ്ഞാണ്, നമ്മൾ വെറുതെ ഉദാഹരണമാണ് പറയുന്നത്, ആരും കോപിക്കരുത് അല്ലേ? അപ്പൊ അങ്ങനെ ഹറാമായ കാര്യം പോലെയാണ്. രണ്ടിലൊന്നാകാനാ തരളത്, മൂന്നാമത്തൊന്നാവൂല. അങ്ങനല്ലേ പറഞ്ഞത്? എന്നതെണ്ടെങ്കില് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം മർഹൂം കെ ഉമർ മൗലവി ഖബറിന്റെ ഉള്ളിൽ എഴുതിയതാ. മർഹൂം അപ്പോഴല്ലാകല് ഏതായിക്കോട്ടെ, ഇതും എഴുതിയത് വായിച്ചതാണ്. ഞാൻ അയാളെ പറ്റി പറഞ്ഞാലോ, അത് വേറെ വിഷയം. കാരണം അയാളെ കയ്യിൽ പത്ര സാറ് പി കെ മൂസ മൗലവി ഇതിന് സൈൻ ചെയ്ത ആള്, പുളിക്കൽ അടുത്ത് തന്നെ അല്ലേ പുളിക്കൽ. പി സെയ്ദ് മൗലവി, അയാൾക്കൊരു പേരുണ്ട്, ഇപ്പൊ നമ്മളെന്താണെങ്കിലും അതിനെപ്പറ്റി പറയുന്നില്ല. കെ ഇബ്രാഹിം മൗലവി, വെള്ളത്തിന്റെ അടി കോക്കിട്ട മാസം കാണലും പേര്. ഡോക്ടർ എം ഉസ്മാൻ, പ്രസിഡന്റ് കേരള ജമിയത്തുൽ ഉലമ. കെ പി മുഹമ്മദ് മൗലവി, സെക്രട്ടറി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. കണ്ടില്ല ഓരൊക്കെ ഒപ്പിട്ട ഉക്ക. ഈ ബുക്കിൽ പറയുന്ന എന്താണ്? ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും ശിർക്കിൽ നിന്ന് രക്ഷയില്ല. അതിനാൽ മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു എന്ന് ഈ മൗലവി, കറാഹത്താണ് എന്നാ മൗലവി, അല്ലെങ്കിൽ ഹറാമാണെന്നാ മൗലവി. ചോദിക്കട്ടെ മുജാഹിദുകളെ, നിങ്ങൾ ഏത് മൗലവിയുടെ അടുക്കലാ, ഏത് മൗലവിയെയാണ് തഖ്ലീദ് ചെയ്തത്? ഈ മൂന്ന് അഭിപ്രായം കൊണ്ട് നിന്നോ? ഇല്ല. 1952 വരെ മുജാഹിദുകളും മൗലിദാഘോഷം നടത്തിയിരുന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല മദ്രസകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ഡേറ്റ് റബീഉൽ അവ്വൽ 12 അല്ലേ? ഉദയഗിരി മുതൽ അസ്തമാനഗിരി വരെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ ആചാരം ഇല്ലെന്ന് പറയാൻ നിർവാഹമില്ല. അൽ മുർശിദ്, ആ മഹാനുഭാവന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം വന്നെത്തുമ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെ സന്തോഷം കൊണ്ട് ചാഞ്ചോടോതിരിക്കും? അൽ മുർശിദ്, അങ്ങനെ അൽ ഇർഷാദിലുണ്ട്, അൽ മുർശിദിലുണ്ട്, ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളിലുണ്ട്. എന്നിട്ടൊരു പറയാം, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നത് എന്ന് തഴവ പാടിയില്ലേ? തഴവന്റെ നേരെപ്പുറത്തന്നല്ലേ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. തഴവി തന്നെയുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്ന മൗലവിമാർ അൽ ഇർഷാദ് എന്നവരുടെ പത്രത്തില്, അൽ മുർഷിദ് എന്നവരുടെ പത്രത്തില് ഇന്നും റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കുന്ന പുസ്തകം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനാമുക എന്ന പുസ്തകത്തിൽ പറഞ്ഞത്. ഇപ്പൊ ഒരു സമയമല്ല, ഒരുപാട് വിഷയമാണ്. ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നു നോക്കാം, യാതൊരു കുഴപ്പമില്ല. എടുത്ത് മണ്ടരുത് എന്ന് മാത്രം, തട്ടി തടഞ്ഞു പോകുള്ളൂ, മുളണ്ട് പട. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, അപ്പൊ അൽ മുർഷിദിൽ അങ്ങനെയുണ്ട്, അൽ ഇർഷാദിൽ അങ്ങനെയുണ്ട്, അൻസാരിയിൽ അങ്ങനെയുണ്ട്, ആദ്യകാലത്തെ അൽമനാറിലുമുണ്ട്. അതുകൊണ്ടാണ് അവരോട് പറയാനുള്ളത്, മൗലിദ് കഴിക്കല് നിങ്ങളും പതിവുള്ളതാ, 52 ശേഷവും തുടരുന്നതാ. അൽ മുർഷിദിൽ നീ നോക്കിയാൽ കാണുന്നതാ, ഇർഷാദും ഇത് വ്യക്തമായി പറയുന്നതാ. സുഹൃത്തുക്കളെ, ലത്തീഫ് മൗലവി പണ്ട് റബീഅദിൽ വഅളും നടത്തിയിട്ടുണ്ട്. മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ, പുറമൊന്ന് ലക്കം 9 വിവരിച്ചതാ. ഇങ്ങോട്ട് 2 പാടുമ്പോ അങ്ങോട്ട് 16 പാടും.